സ്വർണം ദുബായിലേക്ക് കടത്താൻ വേണ്ടി അത് ഒരുക്കി പന്തുകളാക്കി ചോക്ലേറ്റിൽ പൊതിഞ്ഞു. കാരണം ജീവനക്കാരായതിനാൽ സുരക്ഷാ പരിശോധനയില്ലാതെ വിമാനത്തിൽ കയറിയ അവർ പേടി പുറത്തു കാണിക്കാതെ യാത്ര ചെയ്തു. ദുബായിലെത്തിയപ്പോൾ ഗേറ്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നോക്കിയെങ്കിലും പരിശോധിക്കാത്തതിനാൽ അവർ രക്ഷപ്പെട്ട് ഹോട്ടലിലെത്തി വാങ്ങാൻ വന്നയാൾക്ക് സാധനം നൽകി വൻതുക കൈപ്പറ്റി. ഇതേ രീതിയിൽ തുടർന്നും സ്വർണം കടത്തി അവർ ഒരുപാട് പണം സമ്പാദിച്ചു. എന്നാൽ ഒരു ദിവസം ആരോ ഒറ്റിക്കൊടുത്തതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് മാറ്റി. ബാഗിൽ നിന്ന് ചോക്ലേറ്റുകൾ കണ്ടെത്തിയെങ്കിലും ആനി ഭയപ്പെട്ടില്ല. കാരണം ഓഫീസർ അത് കടിച്ചപ്പോഴും പിന്നീടെല്ലാം തല്ലിപ്പൊട്ടിച്ചപ്പോഴും സ്വർണം കണ്ടെത്താനായില്ല. തങ്ങളെ പരിശോധിക്കാൻ വരുന്നുണ്ടെന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞ അവർ സ്വർണം വിമാനത്തിലെ എയർ കണ്ടീഷണർ പാനലുകൾക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്നു. തെളിവില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർക്ക് അവരെ വിട്ടയക്കേണ്ടി വന്നു. തുടർന്ന് നടത്തിയ രഹസ്യ അന്വേഷണത്തിൽ തങ്ങളെ ഒറ്റിക്കൊടുത്തത് തങ്ങളുടെ മാസ്റ്റർ മൈൻഡ് കൂടിയായ സ്വന്തം ചെയർമാനാണെന്നും തങ്ങളെ ബലിയാടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നും അവർ തിരിച്ചറിഞ്ഞു. ഇതിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച അവർ അന്നുരാത്രി വേഷം മാറി ചെയർമാന്റെ പാർട്ടിയിൽ അതിക്രമിച്ചു കയറി. ആനി അയാളുടെ മുറിയുടെ താക്കോൽ കവരുകയും ലിസ സർവൈലൻസ് റൂമിൽ കയറി സിസ്റ്റത്തിൽ വൈറസ് കയറ്റി കെട്ടിടത്തിലെ ക്യാമറകളെല്ലാം ഓഫാക്കുകയും ചെയ്തു. താക്കോൽ ഉപയോഗിച്ച് അവർ ചെയർമാന്റെ മുറിയിൽ കയറി $300 മില്യൺ സ്വർണം മോഷ്ടിക്കാൻ നോക്കിയെങ്കിലും പെട്ടികൾ ശൂന്യമായിരുന്നു. ചെയർമാൻ തങ്ങളെ ചതിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും സ്വർണം അയാളുടെ സ്വകാര്യ ജെറ്റിൽ കാണുമെന്നും അവർ മനസ്സിലാക്കി. വ്യാജ ഐഡന്റിറ്റി കാർഡുകളുമായി ജെറ്റിൽ കയറിയ അവർ കുടിവെള്ളത്തിൽ ഉറക്കഗുളിക കലർത്തി ചെയർമാനെ ബോധം കെടുത്തി. തുടർന്നുള്ളിൽ കയറി നോക്കിയപ്പോൾ സ്വർണം നിറഞ്ഞ പെട്ടികൾ കണ്ടു. അവർ അതിൽ നിന്നും 3 പെട്ടി സ്വർണവുമായി വിമാനത്തിലെ അലാറം ബട്ടൺ അമർത്തി. ചെയർമാൻ ഉണർന്നപ്പോഴേക്കും പോലീസ് എത്തിക്കഴിഞ്ഞിരുന്നു. സ്വർണശേഖരം കണ്ടതോടെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ആ 3 പേരും ഒടുവിൽ കോടീശ്വരന്മാരായി മാറി.